ഈസി ആയിട്ട് ബീഫ് വരട്ടിയത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ടു ദ ഇന്നവിറ്റബിൾ വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് വെറൈറ്റി ആയിട്ട് ബീഫ് വരട്ടുന്നത് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ബീഫാണ്. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ 2 വലിയ സവാള, ഒരു കഷ്ണം ഇഞ്ചി, 3-4 കഷ്ണം വെളുത്തുള്ളി, അതുപോലെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ സൈസ് ആണെങ്കിൽ 3 വരെയൊക്കെ എടുക്കാം. 2 തക്കാളി എടുത്തിട്ടുണ്ട്, 4 ഏലക്ക, പിന്നെ ബട്ടർ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബീഫ് എന്ന് പറഞ്ഞാൽ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന ബീഫാണ്. അതിൻ്റെ തന്നെ സ്റ്റോക്ക് 1 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിനി ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ബട്ടറിൻ്റെ 1/3 ഭാഗം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ബീഫിൽ ഉപ്പിട്ടാണ് നേരത്തെ വേവിച്ച് വെച്ചേക്കുന്നത്. പിന്നെ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള കുക്കാവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് കുക്കായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന 2 തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇപ്പം 2.5 ടീസ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ബീഫിൻ്റെ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കുറുകിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന ബീഫും കൂടെ ആഡ് ചെയ്ത് അതിലേക്ക് വീണ്ടും കുറച്ചുകൂടെ ഉപ്പ് കൂടെ വേണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഒന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് താളിക്കാൻ പാകത്തിന് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 4 ഏലക്ക ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് നടുക്ക് വെച്ചൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് താളിച്ച് വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബീഫിലേക്ക് നമുക്കിത് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. താളിച്ചത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബീഫ് ഒന്നുകൂടെ സ്റ്റൗവിൽ വെച്ചിട്ട് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല അടിപൊളി സാധനമാണ്. നല്ല എരിവും കുരുമുളകിൻ്റെയൊക്കെ എരിവും തക്കാളിയുടെയും സവാളയുടെയൊക്കെ ചെറിയൊരു സ്വീറ്റ്നെസ്സും എല്ലാം കൂടെയൊക്കെ ചേർന്ന അടിപൊളി ഒരു റെസിപ്പിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഇത് 3 മറക്കാതെ ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.